അധ്യാപനം മുടങ്ങിയതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. സമരം തുടരുന്ന ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി. ഡോക്ടർമാരുടെ സമരം അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണ സമരമടക്കം തുടരുന്നതിനിടയിലാണ് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടത്തിക്കൊണ്ട് മറ്റ് മുൻകൂർ നിശ്ചയിച്ച ശസ്ത്രക്രിയകളടക്കം മാറ്റിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാരെ സമരം കടുപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ സമരം ആരംഭിച്ചത്. പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളമുള്ള ഡോക്ടർമാരെ സമരരംഗത്തുള്ളത്. കാരണം ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പുതിയ തസ്തികകൾ ഉണ്ടാക്കുക, അതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം, വർഷങ്ങളായി മുറയും കിടക്കുന്ന ശമ്പള പരിഷ്കരണവും മറ്റും അതിലടക്കം സർക്കാരിന്റെ തീരുമാനം ഉടനടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതിനൊപ്പം തന്നെ പുതിയ മെഡിക്കൽ കോളേജുകളും ഒപ്പം ജില്ലാ ആശുപത്രികളും വരുമ്പോഴും തസ്തികകൾ പുതിയ സൃഷ്ടിക്കാത്തത് ഇപ്പോൾ നിലനിൽക്കുന്ന സർവീസിൽ തുടരുന്ന ഡോക്ടർമാർക്ക് അധിക ജോലിഭാരം സൃഷ്ടിക്കുന്നു എന്നടക്കം ഡോക്ടർമാർ ആരോപിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണവും മറ്റ് ആവശ്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന ഈ ഒരു സമരത്തിൽ പലതവണ ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായി അടക്കം ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അതിലൊന്നും സമവായമായില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ 4 ദിവസമായി സമരം തുടരുന്നത്. അതിനിടയിലാണ് വീണ്ടും സമരം ഘടിപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയകൾ അതായത് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികളും മറ്റും വലഞ്ഞിരിക്കുകയാണ്. കാരണം കൃത്യമായി ഡേറ്റ് നൽകി വളരെ കാലം കാത്തുനിന്നിട്ടാണ് സാധാരണക്കാർക്ക് ഈ ഒരു ശസ്ത്രക്രിയക്ക് അടക്കം ഡേറ്റ് കിട്ടി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അന്നേ ദിവസം ഈ ഒരു സമരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ രോഗികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഡോക്ടർമാരുടെ സംഘടനയുമായി ചേർന്ന് വീണ്ടും ചർച്ച ആലോചനയിലുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം അറിയിക്കുന്ന വിഷയം. ഇന്ന് ഈ ഒരു PG ഡോക്ടർമാർ അടക്കം ഈ ഒരു സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സമരരംഗത്തേക്ക് എത്തിയിട്ടില്ല. ഇന്ന് ഡോക്ടർമാർ ഈ ഒരു സെക്രട്ടേറിയറ്റത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്നൊരു വാദം സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിൽ ന്യായമില്ല. ഇതിൽ സർക്കാരിന്റെ നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന ന്യായം. അതിൽ തന്നെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ രോഗി പരിചരണവും ഒപ്പം ശസ്ത്രക്രിയയും മുടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിൽ ആരോഗ്യവകുപ്പ് പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.